പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ട്രാവൽ വീഡിയോ ആണ് കേട്ടോ. ട്രാവൽ വ്ളോഗെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഇന്ന് നമ്മൾ ട്രാവൽ ചെയ്യാണ് ഡൽഹി ടു ഷിക്കാഗോ. അപ്പോൾ ഇതൊരു ട്രാവൽ വ്ളോഗല്ല. എന്നെപ്പോലെയുള്ള ആരെങ്കിലും ആദ്യമായിട്ട് ഇൻ്റർനാഷണൽ ട്രിപ്പ് സോളോ പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട കുറച്ച് ടിപ്സ് എന്ന് തന്നെ പറയാം. പിന്നെ നമ്മുടെ യാത്രയിൽ എന്തെങ്കിലും യാദൃശ്ചികമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം അതിനെപ്പറ്റിയുള്ളൊരു വ്ളോഗ്. അതായത് ഞാൻ അനുഭവിച്ച, അതായത് എൻ്റെ ഒരു ട്രാവൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. സോളോ ട്രാവൽ എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയാം. അപ്പം നമ്മുടെ ഫ്ലൈറ്റ് ഡയറക്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു, ഞാൻ പറഞ്ഞു ഡൽഹി ടു ഷിക്കാഗോ. അപ്പം നമ്മൾ രാവിലെ ഡൽഹിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം 1:10 രാത്രി 1:10 എൻ്റെ ഫ്ലൈറ്റ്. അപ്പം നമ്മൾ വൈകുന്നേരം നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്നുറങ്ങി. വൈകുന്നേരം നമ്മളൊരു 6:45 7 അപ്പോൾ റെഡിയായി നമ്മൾ എയർപോർട്ടിലോട്ട് ഇറങ്ങാം, നേരത്തെ ഇറങ്ങിയേക്കാം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നപ്പോൾ ഉണ്ട് എൻ്റെ ബ്രദറിൻ്റെ ഫോൺ വന്ന് ഈ ഫ്ലൈറ്റ് ക്യാൻസലായെന്ന് പറയുന്നല്ലോ. ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ശരിയാണ്. 15 മിനിറ്റ് മുമ്പ്, അത് 6:45 എനിക്കൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, നിങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസലായിരിക്കുന്നു, നാളത്തേക്ക് റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, പക്ഷെങ്കിൽ അത് വയ ന്യൂയോർക്കാണ്, കൺഫേം ആണെങ്കിൽ കൺഫേം ആക്കിക്കോ എന്ന് പറഞ്ഞിട്ട്, വെബ് ചെക്ക് ഇൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു രാജേഷിൻ്റെ അടുത്ത്, ഇല്ല ഞാൻ പോകത്തില്ല, ഞാൻ പ്രിപ്പയർഡ് ആയിരിക്കുന്നത് ഡയറക്റ്റ് ഫ്ലൈറ്റാണ് ഡൽഹി ടു ഷിക്കാഗോ. ഇവിടെ നമ്മളെല്ലാം ക്ലിയറൻസ് കഴിഞ്ഞു, അവിടെ ചെന്നിറങ്ങിയെന്ന് ആ പ്രശ്നമുണ്ട്, ഇടയ്ക്കൊരു ലേ ഓവർ എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഇത് 3.5 മണിക്കൂറിൻ്റെ ലേ ഓവറാണ് അവർ തന്നിരിക്കുന്നത്. അപ്പം ഞങ്ങൾ അങ്ങനെ കസ്റ്റമർ കെയറിൽ വിളിച്ചു എയർ ഇന്ത്യയുടെ. അപ്പോൾ അവർ പറയുന്നു ഡയറക്റ്റ് ഫ്ലൈറ്റ് കിട്ടണമെങ്കിൽ ഇനി വെനസ്ഡേ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ഡൽഹിയിൽ ഓൾറെഡി വന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോയിട്ട് പിന്നെ വരിക എന്നുള്ളതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ രാജേഷിൻ്റെ ഞാനിവിടെ ഒരു ആർഗ്യുമെൻ്റൊക്കെ അവിടെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം തന്നെ വെബ് ചെക്ക് ഇൻ ചെയ്തു. 3.5 മണിക്ക് നമുക്ക് 3.5 മണിക്കൂർ ലേ ഓവർ ഉണ്ട്, ഫ്ലൈറ്റ് ചേഞ്ച് ഉണ്ട്. നമ്മൾ ആദ്യമായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് എന്തൊരു ടെൻഷനാണ്. കാരണം ഞാൻ ടെറിബിളി സിക്കായിരുന്നു. ഞാൻ വരുന്നതിന് ഒരു ദിവസം മുമ്പ് ഐ വാസ് ടോട്ടലി അൺവെൽ, മെഡിസിൻസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുറച്ച് ക്യാഷ് എങ്ങനെയോ കളവ് പോയി, അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാം. അങ്ങനെ എല്ലാം എൻ്റെ ഒരു ഭയങ്കര ഹേർഡിൽസ് നിറഞ്ഞൊരു യാത്രയായിരുന്നു. എന്തായാലും നമ്മൾ അടുത്ത ദിവസം പോകാനായിട്ട് തീരുമാനിച്ചു. അടുത്ത ഫ്ലൈറ്റ് എന്ന് പറയുന്നത് മൺഡേ രാത്രി 12:05. ഈ 12:05 എന്ന് പറയുന്ന ടൈമിങ്ങും നമുക്ക് കുറേ ആൾക്കാർക്ക് ഫ്ലൈറ്റ് മിസ്സായിട്ടുള്ള ടൈമിങ്ങാണ്. കാരണം നമ്മൾ 12:05 എന്നുള്ളത് എഴുതി വരുമ്പം 24 hour ക്ലോക്കിൽ എഴുതി വരുമ്പം അത് നമ്മൾ ഏർലി മോർണിംഗ് എന്നാണ്, നെക്സ്റ്റ് ഡേയുടെ അല്ലേ വരുന്നത് 12:05 എന്ന് പറയും. ഇപ്പം നമ്മൾ 19th രാത്രി നമ്മൾ പറയും, അതിനകത്ത് വരുമ്പോൾ 20th 12 എന്ന് പറഞ്ഞ് വരുമ്പോൾ നമുക്ക് തോന്നും അത് അങ്ങനെ ഫ്ലൈറ്റ് മിസ്സായ ചരിത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അതേപ്പറ്റിയല്ല നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ഇത് ഫ്ലൈറ്റൊന്നും മിസ്സായില്ല. ഞാനങ്ങനെ ഡൽഹിയിൽ നിന്ന് കയറി. നമുക്ക് ടൈം സോണൊന്നും മനസ്സിലാകത്തില്ല. ഇത് നോർമലി 13 to 14 hours ഫ്ലൈറ്റാണ്. എയർ സ്പേസ് റെസ്ട്രിക്ഷൻസ് കാരണം അത് 20 മണിക്കൂർ എത്തും. നമ്മൾ 20 മണിക്കൂർ എടുത്തിട്ടാണ് നമ്മൾ ന്യൂയോർക്കിലെത്തുക. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ടെക്നിക്കൽ സ്റ്റോപ്പ് ഓവർ ഉണ്ട് റോമിൽ. ആ റോമിൽ നമ്മളിങ്ങനെ ഡിസ്പ്ലേ ബോർഡിൽ കാണുമ്പോഴാണ് നമ്മൾ എവിടെ എത്തി എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നു. ഒന്നും അറിയത്തില്ല. എക്കണോമി ആയിരുന്നു എൻ്റെ ബുക്കിംഗ്, എക്കണോമിയിലായിരുന്നു. പ്രീമിയം എക്കണോമി ചോദിച്ചപ്പോൾ അത് അവൈലബിൾ അല്ലായിരുന്നു. ബിസിനസ് ക്ലാസ് മാത്രം അവൈലബിൾ ആയിരുന്നു. അത് ഇപ്പോഴത്തെ 5.5 lakh എന്തോ ആയിരുന്നു ബിസിനസ് ക്ലാസ്. അതെന്തായാലും നമുക്ക് അഫോർഡ് ചെയ്യാൻ ഇപ്പോൾ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എക്കണോമിയിൽ പോവുകയാണ്. അപ്പോൾ നമ്മൾ റോമിലെത്തി പിന്നെ ഡിസ്പ്ലേ ബോർഡിൽ ഇങ്ങനെ കണ്ടു 1.5 മണിക്കൂർ നമുക്കവിടെ ഫ്യൂവൽ നിറയ്ക്കാനായിട്ടുള്ള ലേ ഓവറുണ്ട്. ലേ ഓവർ അല്ല, സോറി, നമുക്ക് ഫ്ലൈറ്റിൽ തന്നെ ഡിബോർഡിങ് ചെയ്യേണ്ട. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സൺറൈസ് ഞാൻ കാണുന്നത് കേട്ടോ. നമ്മൾ ലാൻഡ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ കറക്റ്റ് 6:30 എന്തോ ആയിരുന്നല്ലോ, ഞാൻ കണ്ടല്ലോ. അതിൻ്റെ ഇടയ്ക്ക് അപ്പം കണ്ട ഒരു സൺറൈസ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ എല്ലാ ഒരു വിഷമങ്ങളും മാറ്റുന്ന പോലത്തെ ഒരു സൺറൈസ് ആയിരുന്നു. സോ ബ്യൂട്ടിഫുൾ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലത്തെ ഒരു സൺറൈസ് കണ്ടിട്ടില്ല. അതൊക്കെ കണ്ട് നമ്മൾ ലാൻഡ് ചെയ്യുന്ന സമയത്തും ഒക്കെ ഞാൻ പിന്നെ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇത് ഫുൾ ടൈം ഇരുന്ന് കാണുമായിരുന്നു കേട്ടോ. അത്രയ്ക്ക് രസമായിരുന്നു അത് സൺറൈസ് കാണാനായിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്യൂവലൊക്കെ നിറച്ചിട്ട് അങ്ങനെ നമ്മൾ ന്യൂയോർക്കിലെത്തി കഴിഞ്ഞപ്പം അവിടെ നിന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസിറ്റ് എടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യം എടുത്തു. ഫസ്റ്റ് എനിക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ എമിഗ്രേഷനൊക്കെ എളുപ്പം ക്ലിയറായി. അവിടെ തന്നെ എമിഗ്രേഷൻ ഉണ്ട്. അത് ക്ലിയറായി. നമ്മൾ ബാഗേജിൽ എടുക്കുമ്പോൾ ബെൽറ്റിലെത്തിയപ്പം 6ൽ ബെൽറ്റിലെത്തുമെന്ന് പറഞ്ഞാൽ അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു 6ലോ 7ലും 2ലും ആയിട്ടാണ് വരുന്നത്. അവിടെ നിന്ന് ചെക്ക് ചെയ്തോന്ന്. അങ്ങനെ ബാഗേജൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ ബാഗേജ് ഡ്രോപ്പ് അവരുടെ വേറെ എയർലൈൻസിൻ്റെ അവിടെ കൊണ്ട് ബാഗേജ് ഡ്രോപ്പ് ചെയ്യാൻ അവിടെ ചെന്നപ്പോൾ അടുത്ത ബവാലെന്ന് ഹിന്ദിയിൽ പറഞ്ഞാൽ അടുത്ത പണി വന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ടാഗ് പറ്റത്തില്ല, നിങ്ങൾ അഗെയിൻ കൗണ്ടറിൽ പോയിട്ട് വേറെ ഇപ്പോഴത്തെ ഫ്ലൈറ്റിൻ്റെ കൗണ്ടറിൽ എത്തണം. അപ്പം നമ്മളിത് എത്തിക്കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. വിഷു സെലിബ്രേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു?
ലക്ഷ്മിയൊക്കെ ഉണ്ടായിരുന്നു. പൈസ ആരോ വെച്ചേ? 2 ഉണ്ടോ അതോ 1? ആ ഏതാ നമ്മുടെ കിടക്കുന്നത്? ഗോപു എന്നെ കൊണ്ടുവന്നിട്ട് ഷിക്കാഗോയിലെത്തി. അപ്പം ഞാൻ പറയാം, അതിൻ്റെ ഇടയ്ക്ക് ഇത് വന്നതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് വേറെ കൗണ്ടറിൽ പോയി ടാഗൊക്കെ ഇട്ട് ബാഗേജ് ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ടെർമിനൽ ചേഞ്ച് ഉണ്ട്. ടെർമിനൽ ചേഞ്ചിന് വേണ്ടി എയർ ട്രെയിൻ എടുക്കണം. അത് കഴിഞ്ഞിട്ട് എയർ ട്രെയിൻ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബസ്സിൽ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ടെർമിനൽ. ഇതൊക്കെ നോർമലി ട്രാവൽ ചെയ്യുന്ന ഒരാൾക്ക് ഈസിയാണ്. എന്നെപ്പോലെ ആദ്യമായിട്ട് ഇൻ്റർനാഷണലി ട്രാവൽ ചെയ്യുന്ന ഒരാൾക്ക് ഒട്ടുമേ ഈസിയല്ല. കാരണം നമ്മൾ തന്നെയാണ്, ആരും ഇല്ലായിരുന്നു, മലയാളികളോ ഇന്ത്യൻസിനെ പോലും നമുക്കങ്ങനെ പരിചയപ്പെടാൻ പറ്റില്ല. ഞാൻ എങ്ങനെയൊക്കെ മാനേജ് ചെയ്തു എന്ന് പറയാം. പക്ഷേങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തൊക്കെ നടക്കത്തില്ല എന്ന് വിചാരിച്ചാലും നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ അതൊക്കെ നടക്കും. ഇഫ് യു നോ ഇംഗ്ലീഷ്, ഇഫ് യു നോ ഹൗ ടു സ്പീക്ക്, ഇതൊക്കെ പോസിബിളാണ്. അങ്ങനെ നമ്മൾ ഷിക്കാഗോയിലെത്തി. വൈകുന്നേരമായി എത്തിയപ്പം എൻ്റെ ബ്രദർ പിക്ക് ചെയ്യാൻ വന്നു. ഞങ്ങൾ പോണ വഴിക്കൊരു ഡ്രൈവ് ത്രൂ മാക്ഡൊണാൾഡ്സ് കയറി എന്തൊക്കെയോ കഴിച്ചു. നല്ല ജെറ്റ് ലാഗ് അടിച്ചിട്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ. എന്നാലും ഞാൻ ഈ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്നുള്ള വ്ളോഗ്സായിട്ട്, ഡെയിലി വ്ളോഗ്സായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ ലക്ഷ്മി.